ഇന്നത്തെ വീഡിയോ നമ്മുടെ മന്ത്ലി കേരള ഗ്രോസറി ഷോപ്പിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ആക്ച്വലി വീക്ക്ലി ആയി നമ്മൾ ഇംഗ്ലീഷ് സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് ഡെയിലി എസെൻഷ്യൽസ് വാങ്ങാറുണ്ട്. മിൽക്ക്, ബ്രെഡ്, എഗ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ വീക്ക്ലി ലൈഫിന് വേണ്ട നോർമൽ ഐറ്റംസ് ഒക്കെ നമ്മൾ മേടിക്കാറുണ്ട്. പക്ഷെ മന്ത്ലി വൺസ് ഒരു സ്പെഷ്യൽ ഷോപ്പിംഗ് ഉണ്ട്. അത് നമ്മുടെ കേരള ഐറ്റംസ് മേടിക്കാൻ പോണതാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് പ്രസ്റ്റൺ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗണാണ്. അപ്പോൾ അതൊരു കാം ആൻഡ് സ്മോൾ ഒരു പ്ലേസാണ്. പോപ്പുലേഷൻ റഫ്ലി 1.5 ലാക്കിനടുത്തേ വരത്തുള്ളൂ. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെ മലയാളി കമ്മ്യൂണിറ്റി നല്ല രീതിക്ക് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് ആകട്ടെ, നേഴ്സസ് ആകട്ടെ, IT പ്രൊഫഷണൽസ്, ഫാമിലീസ്, ഇപ്പോൾ കേരള പീപ്പിൾ ഇവിടെ നല്ല നമ്പറിൽ തന്നെ സെറ്റിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏഷ്യൻ സ്റ്റോഴ്സും ഇവിടെ ഗ്രാജ്വലി ഇമ്പ്രൂവ് ആയി. നമ്മുടെ മലയാളികൾ മാത്രമല്ല, പല ഏഷ്യൻ കൺട്രീസിൽ നിന്ന് വരുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഏഷ്യൻ സ്റ്റോഴ്സും അതേപോലെ തന്നെ കൂടുതലുണ്ട്. റഫ്ലി അറൗണ്ട് 4 or 5 സ്റ്റോഴ്സ്, ഏഷ്യൻ സ്റ്റോഴ്സ് തന്നെ ഉണ്ട് കേട്ടോ. അതിൽ നമ്മുടെ കേരള ഐറ്റംസ് വിൽക്കുന്ന സ്പെസിഫിക് ആയിട്ടെന്ന് പറയുന്നത് അത് മാത്രമായിട്ടല്ല, അതിലും ഉണ്ട് വേറെ ഐറ്റംസ്. പക്ഷേ പ്രസ്റ്റണിലുള്ളതിൽ വെച്ച് മാസ് ഹൈപ്പർ മാർക്കറ്റാണ് ഇച്ചിരി നമുക്ക് കൂടുതലും ഐറ്റംസ് കിട്ടുന്നത്, മലയാളികൾ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് എനിക്ക് തോന്നി. ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഞാൻ പറഞ്ഞ പോലെ ലാങ്കഷയറിൻ്റെ ഡിഫറെൻറ്റ് പ്ലേസസിൽ നിന്ന് ആൾക്കാർ ഇവിടെ കേരള ഐറ്റംസ് മേടിക്കാൻ വരാറുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് മാസ് ഹൈപ്പർ മാർക്കറ്റാണ്. ഈ ഷോപ്പ് വന്നതിന് ശേഷം ഹോണസ്റ്റ്ലി ഷോപ്പിംഗ് ഒരു ഫുൾ ഈസി ആയി തോന്നിയേ. ഷോപ്പിൽ കയറുമ്പോൾ തന്നെ ഒരു കേരള വൈബാണ്. ആരെങ്കിലും ഒരാളെങ്കിലും മലയാളം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. നാടൻ പ്രോഡക്ട്സ് കാണാം. മസാല പൗഡേഴ്സ്, ബനാന ചിപ്സ്, പപ്പടം, അച്ചാർ, കോക്കനട്ട് ഓയിൽ. ശരിക്കും അബ്രോഡിലാണെന്ന് നമുക്ക് മറന്നു പോകും കേട്ടോ. നമ്മുടെ നാടൻ ഏതെങ്കിലും പലചരക്ക് കടയിൽ കയറി ചെല്ലുന്ന പോലെ തന്നെ. എസ്പെഷ്യലി ഫെസ്റ്റിവൽസ് വരുമ്പോൾ ഇതിൻ്റെ വാല്യൂ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവും. ഓണം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ബനാന ലീഫും ഉപ്പേരിയും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, ക്രിസ്മസ് ആണെങ്കിൽ കേക്ക്, ഈസ്റ്റർ ആണെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ്, അതേപോലെ വിഷു കൈനീട്ടത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ, എല്ലാ ഒക്കേഷൻസിനും വേണ്ട ഐറ്റംസ് ഓൾമോസ്റ്റ് ഈസി ആയിട്ട് ഇവിടെ കിട്ടുക. ഇയേഴ്സ് ബാക്ക് അബ്രോഡ് ലീവിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത്ര ഈസി ആയിരുന്നില്ല. പീപ്പിൾ ഒട്ടുമുക്കാൽ ഐറ്റംസും അങ്ങനെയുള്ള സ്പൈസസും എല്ലാം തന്നെ അവർ ലഗേജിൽ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ UK തന്നെ ഓൾമോസ്റ്റ് എല്ലാ കേരള പ്രോഡക്ട്സും അവൈലബിൾ ആണ്. പിന്നെ ഓണസ്റ്റ്ലി പറയണമെങ്കിൽ ഫ്രോസൺ ഫുഡ്സ് ഇവിടെ വർക്കിംഗ് പീപ്പിളിന് ഒരു ബ്ലെസ്സിങ് ആണ്. എസ്പെഷ്യലി UK ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും സ്റ്റഡീസിന് ഉള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ പല ഷിഫ്റ്റ്സ് എടുക്കുന്ന എല്ലാവർക്കും തന്നെ ബാലൻസ് ചെയ്യുമ്പോൾ എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് ഡെയിലി ട്രഡീഷണൽ കുക്കിംഗ് ഓൾവേസ് പോസിബിൾ അല്ല. അപ്പോൾ ഫ്രോസൺ ഫുഡ്സ് ശരിക്കും ഒരു ലൈഫ് സേവറാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് ഇത് കാണാം. ഇടിയപ്പം ഉണ്ട്, പൊറോട്ട ഉണ്ട്, ഫിഷ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, റെഡി ടു കുക്കിൻ്റെ സ്നാക്സ് ഉണ്ട്. എല്ലാം ഫ്രീസറിലുണ്ടെങ്കിൽ നമുക്ക് ബിസി ഡേയ്സ് കുറച്ച് ഈസി ആവേ. ലോങ് ഷിഫ്റ്റ് കഴിഞ്ഞ് ടയേർഡായിരിക്കുമ്പോൾ ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണെങ്കിൽ ഭയങ്കര റിലീഫല്ലേ. എസ്പെഷ്യലി നേഴ്സസ്, സ്റ്റുഡൻസ്, അതേപോലെ നൈറ്റ് ഷിഫ്റ്റൊക്കെ എടുത്തിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതുപോലെ ക്വിക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എല്ലാവർക്കും ഫ്രോസൺ ഫുഡെന്ന് പറയുമ്പോൾ തന്നെ അവോയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ശരിയാണ്. പക്ഷേ ബാലൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്താൽ ഇത് പ്രാക്ടിക്കൽ സപ്പോർട്ടാണ് ബിസി ലൈഫിൽ. ആക്ച്വലി മന്ത്ലി കേരള ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രോസറി ഷോപ്പിംഗ് മാത്രമല്ല കേട്ടോ, അതൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് കൂടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. ബൈ.